Hi everyone, welcome to the next section. Lecture 5 Part 1. നമ്മൾ കമ്പ്യൂട്ടർ ഡിസൈനിൻ്റെ മൊഡ്യൂൾ 3 ഒരു സെക്ഷനാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സർഫസ് എൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് സർഫസ് എൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അനാലിറ്റിക് സർഫസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, സിന്തറ്റിക് സർഫസസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. അപ്പോൾ സർഫസ് എൻറ്റിറ്റീസിനകത്ത് വരുന്ന ഈ രണ്ട് ടൈപ്സിനെയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ, ആദ്യത്തേത് സർഫസ് എൻറ്റിറ്റീസ്. നമുക്ക് ഫസ്റ്റ് സർഫസ് എൻറ്റിറ്റീസ് എന്താണെന്ന് നോക്കാം. ഫ്രം CAD CAM പോയിൻ്റ് ഓഫ് വ്യൂ, സർഫസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ആസ് കർവ്സ് ആൻഡ് സോൾസ്. കർവ്സിനെയും സോൾസിനെയും പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത് സർഫസസ് എന്ന് പറയുന്നത്. വി നീഡ് ടു ഹാവ് ആൻ ഐഡിയ ഓഫ് കർവ്സ് ഫോർ സർഫസ് ക്രിയേഷൻ. സർഫസ് ക്രിയേഷന് നമുക്ക് എന്ത് വേണം? ഒരു ഐഡിയാസ് വേണം. എന്തിന്? കർവ്സിനെ കുറിച്ചുള്ളൊരു ഐഡിയാസ് വേണം. ഇൻ ദ സെയിം വേ സർഫസസ് ഫോം ദ ബൗണ്ടറീസ് ഓഫ് ദ സോളിഡ്സിൻ്റെ ബൗണ്ടറീസിന് ഫോം ചെയ്യുന്നതിനും എന്ത് വേണം? സർഫസ് ഉണ്ടെങ്കിലേ തീരത്തു. അപ്പം സർഫസ് എൻറ്റിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: അനാലിറ്റിക് സർഫസ് ആൻഡ് സിന്തറ്റിക് സർഫസസ്. ആദ്യത്തേതാണ് അനാലിറ്റിക് സർഫസ്. സർഫസ് എൻറ്റിറ്റീസ് വിച്ച് ആർ ഡിഫൈൻഡ് ബൈ ദ അനാലിറ്റിക് ഇക്വേഷൻസ് ആർ നോൺ ആസ് അനാലിറ്റിക് സർഫസസ്. സർഫസ് എൻറ്റിറ്റീസിനെ നമ്മൾ അനാലിറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? അനാലിറ്റിക് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏരിയ സർഫസോ അനാലിറ്റിക് സർഫസ് എന്ന് പറയുന്നത് ആദ്യത്തേതാണ് പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് സർഫസ് ആണ്. റിക്വയർസ് 3 നോൺ കോയിൻസിഡൻ്റൽ പോയിന്റ് ടു ഡിഫൈൻ ആൻ ഇൻഫിനിറ്റ് വൺ. ഒരു ഇൻഫിനിറ്റ് പ്ലെയിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കോയിൻസിഡൻ്റൽ പ്ലെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ പ്ലെയിൻ സർഫസസ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ക്രോസ് സെക്ഷണൽ വ്യൂസ് ബൈ intersecting surface or solid model with it. Generates cross sectional for mass property calculations or other similar applications where a plane is needed. ഒരു പ്ലെയിൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മാസ് പ്രോപ്പർട്ടി കാൽക്കുലേഷൻസിൽ അങ്ങനത്തെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ സർഫസസ് യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ 3 കോയിൻസിഡൻ്റൽ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ഒരു പ്ലെയിനെ നമ്മൾ ഡിഫൈൻ ആയിട്ട് ചെയ്യുന്നത്. അതാണ് പ്ലെയിൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഓഫ് ഫിഗറാണ് നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് എന്ന്. അപ്പോൾ ഈ പ്ലെയിൻ സർഫസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ജോമെട്രീസിനെ ഡ്രോ ചെയ്യാൻ പറ്റും. രണ്ടാമത്തതാണ് റൂൾഡ് ഓർ ലോഫ്റ്റഡ് സർഫസ്. ദിസ് ഈസ് എ ലീനിയർ സർഫസ്. ഇതൊരു ലീനിയർ സർഫസ് ആണ്. ഇറ്റ് ഇന്റർപോളേറ്റ്സ് ലീനിയർലി ബിറ്റ്വീൻ 2 ബൗണ്ടറി കർവ്സ് ദാറ്റ് ഡിഫൈൻ ദ സർഫസ്. അപ്പോൾ 2 ബൗണ്ടറി കർവ്സ് എക്സാമ്പിളായിട്ട് നമുക്ക് താഴെ കിടക്കുന്ന ഫിഗർ നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണകത്ത് മുകളിലെ അറ്റത്തെയും താഴത്തെയും 2 ബൗണ്ടറി കർവ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലൈൻസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നൊരു സർഫസ് ആണെന്ന് പറയുന്നത് റൂൾഡ് സർഫസ്. ബൗണ്ടറി കർവ്സ് ക്യാൻ ബി എനി വയർ ഫ്രെയിം എൻറ്റിറ്റി. ഏതെങ്കിലും ഒരു വയർ ഫ്രെയിം എൻറ്റിറ്റി ആയിരിക്കും എന്ന് പറയുന്നത് ഈ ബൗണ്ടറി സർഫസ്. ഈ സർഫസ് ഈസ് ഐഡിയൽ ടു റെപ്രസെൻറ്റ് സർഫസസ് ദാറ്റ് ഡു നോട്ട് ഹാവ് എനി ട്വിസ്റ്റോ കിങ്സോ ഇല്ലാത്ത ടൈപ്പ് സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബൗണ്ടറി സർഫസസ് യൂസ് ചെയ്യാം. അത് 2 എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്ന 2 ഫിഗേഴ്സ്. അപ്പോൾ 2 കർവ്സിനെ തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റൂൾഡ് ഓർ ലോഫ്റ്റഡ് സർഫസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ടാബുലേറ്റഡ് സിലിണ്ടർ. ദിസ് ഈസ് എ സർഫസ് ജനറേറ്റഡ് ബൈ ട്രാൻസ്ലേറ്റിംഗ് എ പ്ലെനാർ കർവ് ഓർ എ ഗിവൺ ഡിസ്റ്റൻസ് എലോങ് എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ നമ്മളൊരു പ്ലെയിനാർ കർവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ദ പ്ലെയിൻ ഓഫ് ദ കർവ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ജനറേറ്റഡ് സിലിണ്ടർ. അപ്പോൾ ആ കർവിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിസ് ഓഫ് ദ സിലിണ്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ് ടു ജനറേറ്റ് സർഫസസ് ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ കർവ്ഡ് ക്രോസ് സെക്ഷൻ. ഐഡൻറ്റിക്കൽ കർവ്ഡ് ക്രോസ് സെക്ഷനുള്ള സർഫസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ടെക്നിക്ക് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഫിഗേഴ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ആ കർവിന് നമ്മൾ ആ ആരോ കൊടുത്തിരിക്കുന്ന ഡയറക്ഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു സിലിണ്ടർ പോലുള്ള ആദ്യത്തെ ഫിഗർ കിട്ടും. അതേപോലെ തന്നെ താഴോട്ടേക്കുള്ള 2 കർവ്സിനെ അതേപോലെ തന്നെ ഇന്നെ പർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സർഫസസിനെ നമുക്ക് ഫോം ചെയ്തെടുക്കുകയാണെന്ന് പറയുന്നത് ടാബുലേറ്റഡ് സിലിണ്ടേഴ്സ് എന്ന് പറയും. ഇതെന്ന് പറയുമ്പോൾ ഐഡൻറ്റിക്കൽ കർവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ജനറേറ്റ് ചെയ്യുന്ന സർഫസസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ കർവ്ഡ് ക്രോസ് സെക്ഷൻസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സർഫസ് ഓഫ് റെവല്യൂഷൻ. ദിസ് ഈസ് ആൻ ആക്സിസിമെട്രിക് സർഫസ് ദാറ്റ് ക്യാൻ മോഡൽ ആക്സിസിമെട്രിക് ഒബ്ജക്റ്റ്. ആക്സിസിമെട്രിക് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെനാർ വയർ ഫ്രെയിം എൻറ്റിറ്റി ഇൻ എ സ്പേസ് എബൌട്ട് ദ ആക്സിസ് ഓഫ് സിമെട്രി ഓഫ് എ ഗിവൺ ആംഗിൾ.
എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിൻ കർവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് 360 ഓർ 180. ഏതാണോ നമുക്ക് വേണ്ടത് ആ പർട്ടിക്കുലർ ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു സർഫസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണെന്ന് പറയുന്നത് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമുക്ക് ആക്സിസിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ സർഫസ് ഓഫ് റിവല്യൂഷൻ വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു വയർ ഫ്രെയിം എൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർഫസ് ഓഫ് റെവല്യൂഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്സിമെട്രിക് ആയിട്ടുള്ള ഏത് ഷേപ്പിനെ നമുക്ക് സർഫസ് ഓഫ് റെവല്യൂഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് സെക്കൻഡ് വണ്ണാണ് നമ്മൾ ആദ്യം പറഞ്ഞ അനാലിറ്റിക്. സെക്കൻഡ് വൺ സിന്തറ്റിക് സർഫസസ്. സിന്തറ്റിക് സർഫസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റിറ്റീസ് ആർ ഡിഫൈൻഡ് ബൈ ദ സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ്. ഡേറ്റ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സിന്തറ്റിക് സർഫസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കുറേ ഡേറ്റ പോയിൻറ്റ്സ് കാണും, സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് കാണും, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സർഫസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദി സിന്തറ്റിക് സർഫസ് ആർ നീഡഡ് വെൻ എ സർഫസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ കളക്ഷൻ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. സിന്തറ്റിക് സർഫസസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ പോളിനോമിയൽ. അപ്പോൾ നമ്മളിതിനെ ഡേറ്റ പോയിൻറ്റ്സ് മാത്രമല്ല പോളിനോമിയൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ദ വേരിയസ് ടൈപ്പ് ഓഫ് സിന്തറ്റിക് സർഫസസ് യൂസ്ഡ് ഇൻ സർഫസ് മോഡലിംഗ് ആർ ഹെർമൈറ്റ്, ബേസിയർ സർഫസ്, ബി സ്പ്ലൈന്, കൂൺ സർഫസ്, ഫില്ലറ്റ് സർഫസ് ആൻഡ് ഓഫ്സെറ്റ് സർഫസസ്. ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അത് ഫസ്റ്റ് ടൈപ്പാണ് ഹെർമൈറ്റ് ബൈക്യൂബിക് സർഫസ്. ദിസ് 3D സർഫസ് ഈസ് ജനറേറ്റഡ് ബൈ ഇൻ്റർപൊലേഷൻ ഓഫ് 4 എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ 4 എൻഡ് പോയിൻറ്റ്സിന് വേണ്ടി ഇൻ്റർപൊലേഷൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു 3D സർഫസ് ആണെന്ന് പറയുന്നത് ഹെർമൈറ്റ് ബൈക്യൂബിക് സർഫസ് പറയും. ബൈലീനിയർ സർഫസ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഈ ഹെർമൈറ്റ് ബൈക്യൂബിക് സർഫസ് എല്ലാം ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിനകത്ത് വളരെ ആവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എ മെക്കാനിക്കൽ സ്ട്രക്ചർ ഈസ് ഡിസ്ക്രൈറ്റൈസ്ഡ് ഇൻ ടു എലമെൻറ്റ്സ് വിച്ച് ആർ ജനറേറ്റഡ് ബൈ ഇൻ്റർപൊലേറ്റിംഗ് 4 നോഡ് പോയിൻറ്റ് ടു ഫോം എ 2D സോളിഡ് ആണ്. നമ്മളൊരു മെക്കാനിക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാം, ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് എലമെൻ്റ് ആകുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്ത ഇൻ്റർപൊലേറ്റിംഗ് 4 നോഡ് പോയിൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു 2D സോളിഡ് എലമെൻ്റായിട്ട് മാറുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ താഴെ കൊടുത്തിട്ട് ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 പോയിൻറ്റ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് കർവ്സിനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിരിക്കുകയാണ്, ഒരു സർഫസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പോളിനോമിയൽ ഫങ്ഷൻസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, പി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ യു ഈസ് ഈക്വൽ ടു 0യും യു ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 4 എൻഡ് പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന സർഫസിനെയാണ് എന്ന് പറയുന്നത് ഹെർമൈറ്റ് ബൈക്യൂബിക് സർഫസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ബെസിയർ സർഫസ്. ദിസ് ഈസ് എ സിന്തറ്റിക് സർഫസ് സിമിലർ ടു ബെസിയർ കർവ് ആൻഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ബെസിയർ കർവ്. എന്ന് പറയുന്നത് നമ്മുടെ ബെസിയർ കർവ്സിനെ പോലെ തന്നെ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സർഫസിനാണ് എന്ന് പറയുന്നത് ബെസിയർ സർഫസ് എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ് ട്വിസ്റ്റ് ആൻഡ് കിങ്സിൻ്റെ സർഫസ്. നമുക്കിതിനകത്ത് എന്ത് കൊടുക്കാം, ട്വിസ്റ്റും കൊടുക്കാം, കിങ്സും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ദ സർഫസ് ഡസ് നോട്ട് പാസ് ത്രൂ ഓൾ ദ ഡേറ്റ. അപ്പോൾ ബെസിയർ കർവ്സിനകത്തെ പോലെ തന്നെ എല്ലാ ഡേറ്റ പോയിൻറ്റ്സിലും കൂടെ എന്ത് ചെയ്യുന്നില്ല, ഈ സർഫസ് പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിന്തറ്റിക് സർഫസ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ് ബൈ ദ ഗിവൺ ഡേറ്റ പോയിൻറ്റ്സ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സർഫസ് ഫോം ചെയ്യുന്നത്. ഇറ്റ് അലോസ് ഓൺലി ഗ്ലോബൽ കൺട്രോൾ ഓഫ് ദി സർഫസ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഗ്ലോബൽ കൺട്രോൾ ആയിരിക്കും ഇതിന് സർഫസസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നാളെ കൊടുത്തിരിക്കുന്നത്. ഒരു കൺട്രോൾ പോളിഗൺ കാണും, അതുപോലെ ഒരു കൺട്രോൾ പോയിൻറ്റ്സ് കാണും. അപ്പോൾ ഈ സർഫസിന് എന്ത് ചെയ്യുന്നു, ഈ കൺട്രോൾ പോളിഗൺസ് ആ കർവ് ഫോം ചെയ്യുന്ന പോലെ തന്നെ ഈ ഇതിലൂടെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പോയിൻ്റ് ഫോം ചെയ്യും. എല്ലാ പോയിൻറ്റ്സ് കൂടെ എന്ത് ചെയ്യുന്നില്ല, ഇത് മൂവ് ചെയ്യുന്നില്ല. പകരം അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്ന ഗിവൺ ഡേറ്റ പോയിൻറ്റ്സിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബെസിയർ സർഫസസ് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ദ ബി സ്പ്ലൈൻ സർഫസസ്. ബി സ്പ്ലൈൻ സർഫസസ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് സർഫസ് ദാറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ് ഓർ ഇൻ്റർപൊലേറ്റ് ഗിവൺ ഇൻപുട്ട് ഡേറ്റ. ഇതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിയ ഇൻപുട്ട് ഡേറ്റ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അപ്രോക്സിമേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻ്റർപൊലേറ്റ് ചെയ്യും. ദിസ് ഈസ് സിന്തറ്റിക് സർഫസ് ആൻഡ് ഡസ് നോട്ട് പാസ് ത്രൂ. ഇതും എന്ത് ചെയ്യുന്നില്ല, എല്ലാ ഡേറ്റ പോയിൻറ്റിൽ കൂടെയും പാസ് ചെയ്യുന്നില്ല. ദ സർഫസ് ഈസ് കേപ്പബിൾ ഓഫ് ഗിവിങ് വെരി സ്മൂത്ത് കോണ്ടൂർസ്. വളരെ സ്മൂത്തായിട്ടുള്ള കോണ്ടൂർസ് ആൻഡ് ക്യാൻ ബി
റീഷേപ്പ്ഡ് വിത്ത് ലോക്കൽ കൺട്രോൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റീഷേപ്പ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എ ഡേറ്റ പോയിൻറ്റ്സും ബി നമുക്ക് ആ ഫോം ചെയ്തിരിക്കുന്ന ബി സ്പ്ലൈൻ സർഫസാണ്. അപ്പം ആ എയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ പോയിൻറ്റ്സിൽ കൂടെ മൂവ് ചെയ്തിട്ട് നമുക്കൊരു സർഫസ് ഫോം ചെയ്തിരിക്കും. അടുത്ത വണ്ണാണ് ഫോർത്ത് വൺ, കൂൺസ് സർഫസ് ഓർ പാച്ച് സർഫസ്. കൂൺസ് പാച്ച് ഓർ സർഫസ് ഈസ് generated by the interpolation of 4 edge curves that form ക്ലോസ്ഡ് ബൗണ്ടറീസ്. നമുക്ക് ആ ക്ലോസ്ഡ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ട് ഫിഗറിൽ കൊടുക്കാം. ഫിഗറിൽ കൊടുത്തിരിക്കുക ക്ലോസ്ഡ് ബൗണ്ടറി C1, C2, C3, C4 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ക്ലോസ്ഡ് ബൗണ്ടറീസ് വെച്ചിട്ട് ഒരു സർഫസ് ഫോം ചെയ്യുന്നു. അതാണെന്ന് പറയുന്നത് കൂൺസ് പാച്ച് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ദ ഫില്ലറ്റ് സർഫസ്. ഫില്ലറ്റ് സർഫേസ് ഈസ് എ ബ്ലെൻഡ് ഓഫ് 2 സർഫസസ് വിച്ച് ഈസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. 2 സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫില്ലറ്റ് എന്നുള്ളത്. ഇഫ് റിക്വയർഡ് എ ഫില്ലറ്റ് ഓഫ് സ്പെസിഫൈഡ് റേഡിയസ് മേ ബി പ്രൊവൈഡ്. നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയസും എന്തിനു കൊടുക്കാം, ഫില്ലറ്റിൽ നമുക്ക് കൊടുക്കാം. ബട്ട് ഇൻ്റർസെക്ഷൻ ഓഫ് 2 സർഫസ്, 2 സർഫസൂടെ ഇൻ്റർസെക്റ്റ് ആവുന്നിടത്ത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയസ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫില്ലറ്റ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഫിഗറിൽ 2 സർഫസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വണ്ണാത്തൊരു റേഡിയസ് കൊടുത്തിട്ട് നമുക്ക് എന്താണ്, ഒരു ഫില്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അനദർ ടൈപ്പ് ഈസ് ഓഫ്സെറ്റ് സർഫസസ്. ആൻ എക്സിസ്റ്റിംഗ് സർഫസ് ക്യാൻ ബി ഓഫ്സെറ്റ് ടു ക്രിയേറ്റ് ന്യൂ സർഫസസ് ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ് ബട്ട് മേ ഹാവ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്പീഡ് ഓഫ് സർഫസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു സർഫസിനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ന്യൂ സർഫസിനെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഐഡൻറ്റിക്കലായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്താ പറയുന്നത്, ഓഫ്സെറ്റ് സർഫസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ക്രിയേറ്റ് എ ഹോളോ സിലിണ്ടർ. ഒരു ഹോളോ സിലിണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓഫ്സെറ്റ് ഡയറക്ഷൻ അകത്തോട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നർ സിലിണ്ടർ ക്യാൻ ബി, അതിന് നമുക്കൊരു ഇന്നർ സിലിണ്ടർ വേണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് യൂസിങ് എ സിലിണ്ടർ കമാൻഡ് ആൻഡ് അതർ വൺ ബൈ ദ ഓപ്പോസിറ്റ് കമാൻഡ്. ഓഫ്സെറ്റ് കമാൻഡ് കൊടുത്തിട്ട് നമുക്കൊരു അതർ സിലിണ്ടറിനെ ക്രിയേറ്റ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓഫ്സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഫ്സെറ്റ് സർഫസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ഓഫ്സെറ്റ് ഡയറക്ഷൻ കൊടുത്താൽ മതി. താങ്ക് യു.